10,000 രൂപ നീ കാര്യം ചോദിക്കാൻ പറ്റേ ഇപ്പൊ എന്നെ തെങ്ങ കെട്ടിട്ട് ഉറുമ്പിന്റെ കൂട്ടിയിൽ വെക്കണം ധാരാളം ചെയ്ത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കണ്ണമാലി ബീച്ചിലാണ്. നിങ്ങൾ നോക്കൂ, എത്ര പ്രകൃതിസുന്ദരമായ നാടാണിത്. നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണ്. ഈ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സംഭവം എന്നാണ്, അതാണ് പ്രണയം. അതുകൊണ്ട് ഇന്നത്തെ എന്റെ വിഷയം പ്രണയമാണ്. നമ്മുടെ പഴയ കാലത്ത് പ്രണയവും പുതിയ കാലത്ത് പ്രണയവും തമ്മിൽ ഒരുപാട് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ പ്രണയത്തെ കുറിച്ച് ചോദിക്കാനാണ്. ആരോടാണല്ലേ? നമ്മുടെ ഇവിടുത്തെ നാട്ടുകാട് തന്നെ. നമുക്ക് ചോദിക്കാം. ഓക്കെ ഗൈസ്, റെഡി? ഗൈസ്, അവിടെ കുറച്ച് ചേട്ടന്മാരി വഞ്ചിയുടെ പണിയായിട്ടിരിക്കുന്നത് മറ്റൊരാളാണ്. അപ്പൊ നമുക്ക് അവരോട് പ്രണയത്തെ പറ്റി ചോദിച്ചാലോ? അവരുടെ ഒപ്പീനിയൻ നമുക്ക് നോക്കാം. കമോൺ ഗൈസ്. നമസ്കാരം ചേട്ടാ, ഇഞ്ചി മിഠായിലേക്ക് സ്വാഗതം. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? പൂവപ്പാടം റാഫി ചേട്ടനാണ്. ചേട്ടാ, ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും മൂന്ന് മക്കളും ഫാമിലി. അപ്പൊ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? കുരിമേരി. മക്കളുടെ പേരെന്ന് പറയും? മക്കളുടെ 2 മക്കളാണ്. മൂത്ത മോളുടെ പേര് ആവോലി, 11 ബ്രാലി. ആവോലും പ്രാലും എന്താ കഴിച്ചത്? ചേട്ടാ അങ്ങനത്തെ പേര് കുട്ടികൾ കിട്ടത്? അത് മൂത്തോളെന്ന് പറഞ്ഞാല് പാവമാണ്, ആവോലിനെ പോലെയാണ്, പാവമാണ്. പക്ഷെ 11 ഭയങ്കര പെടപ്പാണ്, എന്നെ പോലെയുമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പറഞ്ഞ റിലീസിംഗ് അല്ല, ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് പക്ഷെ വെറൈറ്റി പേരാണ്. ആഹാ, അത് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് വെറൈറ്റി പേര്? അത് ചേട്ടൻ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് പഴയകാല പ്രണയവും പുതിയകാല പ്രണയവുമാണ്. പ്രണയത്തെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താണ്? പഴയ കാലത്താണെങ്കിലും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും എനിക്ക് ആകെപ്പാട് ഒരു പ്രണയമേ ഉള്ളത്. അതാരോടാണ്? അത് ഈ കടലമ്മനോടും മീനോടും കാശിനോടും. അപ്പോ തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങാം. ഓക്കെ, അല്ല ഞാനേ എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ 2 വരി പാട്ട് പാടിക്കോട്ടെ? ഓ വെരി ഗുഡ്. നമ്മുടെ ചേട്ടൻ, ഇവിടെ കുറച്ചേട്ടൻ നമുക്കൊരു പാട്ട് പാടാൻ പോകണം ഗൈസ്. നമുക്ക് ആ പാട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, പാടിക്കോട്ടെ. പറഞ്ഞു. പൂമുഖവാതിൽക്കൽ കലിതുള്ളി നിൽക്കുന്ന മൂദേവിയാണെന്റെ ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു പാട്ടവിളക്കാണു ഭാര്യ. ഓരോരോ കുറ്റങ്ങൾ എന്നിൽ ചുമത്തുന്ന കൂതറയാണെന്റെ ഭാര്യ. ഇവൻ ചേട്ടാ, ചേട്ടാ എന്താണ് ചേട്ടൻ കുറച്ച് ഫിറ്റാന്ന് തോന്നുന്നത്. ചേട്ടാ, ഈ പ്രണയ വിവാഹവും അറേഞ്ച് വിവാഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേട്ടൻ പറയാമോ? മോനെ, പ്രണയ വിവാഹം എന്ന് പറഞ്ഞാ മാട്ട സാധനം അടിക്കണ, അത് പെട്ടെന്ന് തലക്ക് കയറും. അറേഞ്ച് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കി വരും. അത് പതുക്കെ പതുക്കെ പടി തരും, പുറകിന്ന്. അത് കറക്റ്റ് ആണ് കേസാ പറഞ്ഞത്. ചേട്ടൻ ഇങ്ങനെ കുടിച്ചില്ല, ചേട്ടന്റെ കരള് പോകും. കരള് നീ പറഞ്ഞ വളരെ സത്യം. എന്റെ കരള് പോയി, ഇന്നലെ എന്റെ കരള് പോയി. കരള് പോയിന്നാ? എന്നിട്ടാണ് ഇങ്ങനെ നിക്കണത്? ഇന്നലെ എന്റെ കരള് പോയടാ. ഏത് കരള്? എന്റെ ഭാര്യയല്ലേ എന്റെ കരള്. അവള് ഇന്നലെ വേറെ ഇടത്തുനിന്ന് ഇറങ്ങിപ്പോയി. ഓ സോ സാഡ്. ഗൈസ്, അവിടെ കുറച്ച് ചേട്ടന്മാർ ചീട്ട് വെച്ചോണ്ടിപ്പുണ്ട്. അവർക്കാകുമ്പോ പ്രണയത്തെ പറ്റി ഒരുപാട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങോട്ട് പോയാലോ? ഹായ് ചേട്ടന്മാരെ, നമസ്കാരം. അമ്മ കോളടിച്ചല്ല ആസ്പെല്ലാല്. എന്റെ 10,000 രൂപ കളഞ്ഞിട്ടും വളരെ പറഞ്ഞേ. കാശ് കളഞ്ഞേക്കെ ഇവിടെ ഇതിന്റെ പോകാൻ കളിക്കണേ. ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. എന്റെ കാര്യം ചോദിക്കാൻ പറ്റി 10,000 രൂപ നീ കാര്യം ചോദിക്കാൻ പറ്റേ. ഈ പഴയ പ്രണയത്തെ പറ്റി പുതിയ പ്രണയത്തെ പറ്റി ചേട്ടാ എന്റെ പ്രണയത്തെ പിന്നെ എന്നെ തെങ്ങ കെട്ടിട്ട് ഉറുമ്പിന്റെ കൂട്ടിയിൽ വെക്കണം ധാരാളം ചെയ്ത്. എന്റെ കാശ് കളഞ്ഞ് എന്നൊക്കെ തെങ്ങ കെട്ടിയത് ധാരാളം ചെയ്ത്. ഹായ് ഗൈസ്, ഒരു അമ്മച്ചി വരുന്നുണ്ട്. ഈ അമ്മച്ചി ആകുമ്പോഴേ നമുക്ക് 3 തലമുറയുടെ പ്രണയത്തെ പറ്റി അറിയാൻ പറ്റും. നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചു നോക്കാം. ഞാനോ പ്രാവിന് തീറ്റ കൊടുക്കാൻ പോയതാ. എന്താണ് ഓലമടനാ? ഇല്ലടാ, ഞാൻ മീൻ പെട്ടടാ കാണാൻ പോലെ. അതെ, ഞാനേ ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞാണ്. ആണോ? ഇഞ്ചി മിഠായി എന്നൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആ ഇഞ്ചി മിഠായില്ലേ? ഞാൻ അമ്മച്ചോട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്
എന്താ തോന്നേ ഇതൊക്കെ ഒന്ന് മാറ് ഫ്രെയിമിലുണ്ടതാ അപ്പൊ ഞാൻ ഫ്രെയിമിൽ നിൽക്കും. എന്താണ് ഷൂട്ട് ചെയ്യണേ ഫ്രെയിമിൽ ഒന്ന് മാറും. എന്നാ ഫ്രെയിം എടുത്ത് മാറ്റി. ഞാൻ എന്തിനാ പറഞ്ഞത്? ഫോട്ടോ അവിടെ ഇരിക്കട്ടെ. ഇതേ ഞങ്ങളുടെ കടപ്പുറമാണ്. ഇടിക്കിഞ്ഞ് വിളിക്കോ. എന്താടാ എടാ അത് വെറുതെ ഇടാടാ, അത് നീ അമ്മച്ചി ആ അമ്മച്ചിയുടെ പേരെന്താ? എടാ എന്റെ പേര് വാക്കിടും. വാക്കുടുവാ. അത് വായ എടുത്താ കൊടുക്കുന്നില്ലേ പറയുള്ളൂ. ആ ചേട്ടാ പ്ലീസ്. ആ അമ്മച്ചി എന്താ ഞാൻ അമ്മച്ചോട് ചോദിക്കാവുന്ന ചോദ്യം വെച്ചാലേ ആ ചോദിക്കണം. പ്രണയത്തെ പറ്റിയാണ്. ആ ചോദിക്കും. അതായത് ആ. നമ്മുടെ പഴയകാലത്തെ പ്രണയവും ആ. ഇപ്പോഴത്തെ പ്രണയത്തെ പറ്റി അമ്മച്ചിയുടെ അഭിപ്രായം എന്താണ്? എടാ ഇപ്പോഴത്തെ പ്രേമം എന്ന് പറഞ്ഞാ ഒരു കൂട്ടയുടെ അടിയിൽ മാറിയിരുന്നിട്ട് എന്തൊക്കെ പണ്ടോ അത് ലൈവായിട്ട് ഓപ്പണായിട്ട് ഇതാണ് പോലെ എല്ലാം ചെയ്യണത്. പണ്ടത്തെ പ്രേമം എന്ന് പറഞ്ഞിട്ടല്ല, ഇടവഴിയിൽ മാറിയിരിക്കും, ആരെങ്കിലും കാണാൻ പാടില്ലല്ല, അവിടെ മാറി നിന്നിട്ടായിരിക്കും ഈ പ്രേമത്തെ കുറിച്ച് ഭയങ്കര ഭാവി കാര്യങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇന്നങ്ങനെയല്ല, ഇരിക്കലും കിടക്കലൊക്കെ എല്ലാം ഒപ്പത്തന്നെ. അതാണ് ഇപ്പോഴത്തെ പ്രേമത്തിന്റെ ഒരു കുഴപ്പം. അവർക്ക് കുട്ടിച്ചാവിന്റെ കാര്യം തന്നെ എടുക്കും. അവർക്ക് കുട്ടിച്ചാവിന് ഇപ്പൊ ഒരിക്കലും പ്രേമലേഖന അത് കൊണ്ടുവന്ന് എന്റെ അടുത്ത് വരുമല്ലോ, മുട്ടുകളുടെ വിറക്കൂടാ. അത്രയ്ക്ക് പേടിയായിരുന്നു. പരിശുദ്ധിയുള്ള സാധനമായിരുന്നല്ലോ ഈ പ്രേമം. പക്ഷെ അത് അത്ര സമയം എടുക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാ അറിയാം, അല്ലോടെങ്കിൽ ഇപ്പൊ ഒരാഴ്ചകൊണ്ട് വരൂലേ, ലോഡിങ് കുളിക്കുമ്പോ പെട്ടെന്ന് വരും. അതേപോലെ ഇപ്പോഴത്തെ പ്രേമം ആള് ഭയങ്കര പുലിയാണ്ട കറക്റ്റ് വിഷയം. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾ നേരിടുന്ന പ്രശ്നമാണ്. ഇതൊക്കെ ആർക്കും പ്രായമായിട്ട് പെണ്ണ് കിട്ടുന്നില്ല. അതിനെപ്പറ്റി താത്തിക്ക് എന്താണ് പറയാനുള്ളത്? പ്രേമത്തെ ആ ഒരു കാര്യം പറഞ്ഞു കേക്കണം കേട്ടോ. അതായത് ഇപ്പോഴത്തെ പെൺകൊച്ചുങ്ങൾ വീണല്ല, അതായത് ഇപ്പൊ ജനിച്ച് വീണ പെൺകൊച്ചുങ്ങളുണ്ടല്ലോ, അവരിപ്പൊ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കണം. അതായത് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്യൂ ആണ് ആൾക്കാർ, പെൺകൊച്ചാടാ അപ്പൊ തന്നെ ഉറപ്പിക്കണം. അതാണ് ബുക്ക് ചെയ്യണത്. അവനറിയാം, ഇവരുള്ളവർക്ക് അറിയാം കാര്യം. കാലത്തിന്റെ പോക്ക്. പിന്നെ എനിക്ക് പ്രേമത്തെ കുറിച്ച് നല്ലൊരു കാര്യം പറയാൻ ക്യാമറ നോക്കി പറ, ഇങ്ങോട്ടേക്ക് ഫേസ് കിട്ടില്ല. ക്യാമറ നോക്കി പറഞ്ഞല്ലേ, ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും എല്ലാ ഇവിടെ ആരായാലും പ്രേമം എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര പരിശുദ്ധിയാണ്. ദൈവത്തെ ഓർത്ത് അത് ഈ ഒരു കുടക്കിഴിയിലും വഴിവക്കിലൊക്കെ വെറുതെ നശിപ്പിച്ച് കളയരുതെന്നാണ് ഇപ്പോഴത്തെ തലമുറയോട് ഈ താത്തിക്ക് പറയാനുള്ള ഒരു അപേക്ഷ.